അപ്പോൾ അടുത്തത് നമുക്ക് ഇൻസേർട്ട് മെനു ആണ് പറയാനുള്ളത് അല്ലേ. നമ്മളിത് ക്ലിപ്പ് ബോർഡ് പറഞ്ഞു, ഫോണ്ട് മെനു എല്ലാം പറഞ്ഞു, പാരഗ്രാഫ് പറഞ്ഞു, സ്റ്റൈല്, എഡിറ്റിംഗ്, ഫൈൻഡ്, റീപ്ലേസ്, ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇൻസേർട്ട് മെനു. ഇപ്പോൾ ഹോം മെനു പറഞ്ഞു. ഹോം ഡീഫോൾട്ടായിട്ട് വേർഡിൻ്റെ മെനു എന്ന് പറയുന്നത് ഏതാണ്? ലേഔട്ട് എന്ന് പറയുന്നത് ഹോം ലേഔട്ട് ആണ്. ഹോം ലേഔട്ടിൽ നമ്മൾ ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈല്, എഡിറ്റിംഗ് ഇത്രയും ടൂൾസ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇൻസേർട്ട് മെനു ആണ് പറയാനുള്ളത്. ഇപ്പം ഇൻസേർട്ട് മെനുവിൽ നമുക്ക് അത്യാവശ്യം ടേബിൾ ക്രിയേഷൻ, how to insert picture in MS Word, how to insert page number, how to insert header and footer എന്നീ കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ട്. വേർഡ് ആർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻസേർട്ട് മെനുവിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇൻസേർട്ട് മെനു ഫസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ടേബിൾ ക്രിയേഷൻ ഇൻ MS Word. അപ്പോൾ ടേബിൾ എന്താണ്? ഇൻസേർട്ട് ഓർ ഡ്രോ എ ടേബിൾ ഇൻ ടു ദി ഡോക്യുമെൻറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ടേബിൾ. ഇൻസേർട്ട് ഓർ ഡ്രോ എ ടേബിൾ ഇൻ ടു ദി ഡോക്യുമെൻറ്റ്. ഡോക്യുമെൻറ്റിൽ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൗ ടു ഇൻസേർട്ട്? ഫസ്റ്റ് ക്ലിക്ക് ദി ടേബിൾ ഓപ്ഷൻ ഫ്രം ദി ഇൻസേർട്ട് മെനു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ എഴുതുക? ക്ലിക്ക് ഹൗ ടു ക്രിയേറ്റ് എ ടേബിൾ ഇൻ MS Word എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഫസ്റ്റ് ക്ലിക്ക് ഇൻസേർട്ട് മെനു ഫ്രം ദി main menu and then click table option from the insert menu. അപ്പോൾ അതിൽ എന്തെല്ലാം? ഇൻസേർട്ട് ടേബിൾ റോസ് ആൻഡ് കോളംസ് ആയിട്ട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ 2 കോളും 2 റോയും ഉണ്ടെങ്കിൽ ഇതാ 2 into 2 ടേബിൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പം അങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. വേറെ എങ്ങനെയാ ഇൻസേർട്ടിൽ? ഫസ്റ്റ് അതിലുള്ള റോയും കോളും സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ ഓപ്ഷൻ ഉള്ളത്? ഇൻസേർട്ട് ടേബിൾ എന്ന് പറയുന്ന ഫസ്റ്റ് അതിലുള്ള 2 into 2 റോ ഓപ്ഷൻസ്, റോ ഓർ കോളം ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ പിക്ചറില്ലതുപോലെ സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം? ഇൻസേർട്ട് ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് എന്തെല്ലാം ഓപ്ഷൻ വരുന്നുണ്ട്? ഇത് ശ്രദ്ധിക്കണം. ഇൻസേർട്ട് ടേബിളിൽ എന്തെല്ലാം ഓപ്ഷൻസ് വരുന്നുണ്ട്? ടേബിൾ സൈസ്, നമ്പർ ഓഫ് കോളംസ്, നമുക്ക് എത്ര കോളം ആണെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം എനിക്ക് 5 കോളും നമ്പർ ഓഫ് റോസ് 5 കോളും 5 റോവും വേണം. പിന്നെ എന്താ ഓപ്ഷൻ വരുന്നത്? ഫിക്സഡ് കോളം വിഡ്ത്ത്. ഡീഫോൾട്ടായിട്ട് ഓട്ടോ എന്നാണ് വരിക. അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓട്ടോ കൊടുക്കാം. ഫിക്സഡ് കോളം വിഡ്ത്ത് ആണ് ഡീഫോൾട്ടായിട്ട് വരിക. ഓട്ടോ ഫിറ്റ് ടു കണ്ടൻസ് എന്ന് പറയും. അപ്പോൾ കണ്ടൻസിനനുസരിച്ച് ഫിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എത്രയാണ് ടൈപ്പ് ചെയ്യുന്നത് അതിന് കണക്കായിട്ട് സൈസ് കൂട്ടിക്കൂടി വരും. ഇപ്പോൾ ഫിക്സഡ് കോളം വിഡ്ത്ത് ആണ് ഡീഫോൾട്ടായിട്ട് ഉണ്ടാവുക. ഓട്ടോ ഫിറ്റ് ടു വിൻഡോ എന്ന് പറഞ്ഞാൽ വിൻഡോന് കണക്കായിട്ട് ടേബിൾ ഫിറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. നമ്പർ ഓഫ് കോളംസ്, നമ്പർ ഓഫ് റോസ്, ഓട്ടോ ഫിറ്റ് ബിഹേവിയർ, അതിൽ ഫിക്സഡ് കോളം വിഡ്ത്ത്, ഓട്ടോ ഫിറ്റ് ടു കണ്ടൻസ്, ഓട്ടോ ഫിറ്റ് ടു വിൻഡോ. ഓക്കെ അടിക്കുക. 5 റോ 5 കോളും ഇല്ല, ടേബിളും ഒന്നും അല്ലേ, രണ്ടും അടുത്തടുത്തായി പോയിട്ട്. ഇപ്പം എങ്ങനെയാണ് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇൻസേർട്ടിൽ ടേബിൾ എടുക്കുക, ഇൻസേർട്ട് ടേബിൾ എടുക്കുക, അതിൽ ഇത്ര കോളംസ് 5 റോ 5 ഓക്കെ 5 റോ 5 കോളും ഇല്ല, ടേബിളും ഒന്നും. നമുക്കിനി എക്സ്ട്രാ റോസ് വേണമെങ്കിൽ ജസ്റ്റ് റൈറ്റ് ഈ ലാസ്റ്റ് കോളത്തിൽ വെച്ച് ടാബ് കീ പ്രസ് ചെയ്താൽ മതി. അപ്പം നമ്മൾ കോളം മാത്രമേ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. റോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാബ് കീ പ്രസ് ചെയ്താൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടേബിളിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെ ടേബിൾ മൂവ് ചെയ്യാം. ഈ ടേബിളിൽ നമുക്ക് കുറച്ച് സൈഡിൽ ഈ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചാൽ മതി. സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് കോർണറിൽ നിന്ന് വെച്ചിട്ട് ഡ്രോ ചെയ്താൽ മതി. സൈസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ താഴോട്ടാണെങ്കിൽ ഇങ്ങനെ. ഇനി അപ്പോൾ ഈ റോൻ്റെയും ഇതിൻ്റെയും കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വലിച്ചാൽ മതി. ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുക, ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി റോ വിഡ്ത്താണ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ റോയിൽ കഴ്സർ വെച്ചിട്ട് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ജസ്റ്റ് ഒരു ടേബിളിൻ്റെ മൂവ്മെൻറ്റ് മാത്രം പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം?
താഴെ വേറൊരു നമുക്ക് ഇൻസേർട്ട് വെച്ചിട്ടും ചെയ്യാം. പിന്നെ അല്ലാണ്ട് ഒരു ഓപ്ഷനും കൂടിയുണ്ട് ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ. ടേബിൾസിൽ ഡ്രോ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ. ഡ്രോ ടേബിൾ വെച്ചിട്ട് നമുക്ക് ടേബിൾ വരക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ടേബിൾ വരക്കാൻ പറ്റും. റോവും കോളും ഒക്കെ വരച്ചിടാം. ഇതിനകത്ത് തന്നെ പേന വെച്ചിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, ടേബിൾ ഇങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഈ പേനേൻ്റെ സെലക്ഷൻ പോകണമെങ്കിൽ ഇൻസേർട്ടിൽ ഒന്നും കൂടി ഡ്രോ ടേബിൾ ക്ലിക്ക് ചെയ്യണം, അല്ല എസ്കേപ്പ് കീ പ്രസ് ചെയ്താലും മതി. അങ്ങനെ എത്ര രീതിയിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്തു? ഈ മാട്രിക്സിൻ്റെ രൂപത്തിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ഇൻസേർട്ട് ടേബിൾ വെച്ചു, ഡ്രോ ടേബിൾ വെച്ചു. ഇങ്ങനെ 3 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ടേബിൾ ക്രിയേഷൻ. ടേബിൾ ക്രിയേഷനിന് MS വേർഡ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഇൻസേർട്ട് മെനു ക്ലിക്ക് ചെയ്യുക, ടേബിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതിൽ മെട്രിക്സ് പോലെ റോ ഇൻറ്റു കോളം എന്നുള്ള ഈ മെട്രിക്സ് ക്ലിക്ക് ചെയ്താലും മതി. അല്ലെങ്കിൽ ഇൻസേർട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യുക, അതിൽ ഇൻസേർട്ട് നമ്പർ ഓഫ് കോളംസും റോവും കൊടുക്കുക, അല്ലെങ്കിൽ ഡ്രോ ടേബിൾ എടുക്കുക. അപ്പം ഇത്രയും രീതിയിലാണ് എന്ത് ചെയ്യുക? ടേബിൾ ക്രിയേഷൻ. നമുക്ക് ഈ ടേബിളിലെ കുറേ ഓപ്ഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോളം നമുക്കൊരു കലണ്ടർ ക്രിയേറ്റ് ചെയ്യാം അല്ലേ? കലണ്ടർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫുള്ള് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഒരു കലണ്ടർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മാസത്തെ ഇൻസേർട്ടിൽ ഒരു സൺഡേ മൺഡേ അങ്ങനെ ടേബിൾ എടുക്കുക. ഇൻസേർട്ടിൽ ടേബിൾ എടുക്കാം. എത്ര കോളം വേണ്ടി വരും? ഒരു 7 കോളം കൊടുക്കുക. റോ നമുക്ക് ഇഷ്ടമല്ല പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം 2 കൊടുക്കുന്നുള്ളൂ. അപ്പോൾ സൺഡേ നമ്പർ ഇടാം അല്ലേ? ഇപ്പം നമുക്ക് ഇതിൻ്റെ ഞാനിങ്ങനെ ഇനി ഈ ഫോർമാറ്റിംഗ് എല്ലാം പറയണ്ടേ. ഇപ്പം ഇത്രയും സൈസ് വേണ്ട അല്ലേ? നമ്മൾ ഒരു കലണ്ടറിൻ്റെ ഫോർമാറ്റാണ് കുറച്ച് അറേഞ്ച് ചെയ്യുക. അപ്പം ഇത്രയും വിഡ്ത്ത് നമുക്ക് കുറക്കാം. അപ്പം ഇങ്ങനെ അതായത് ഇവിടെ വെച്ച് വലിച്ചാൽ. പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റണം അല്ലേ? ഇതെല്ലാം ഒന്ന് സെൻട്രലൈസ് ചെയ്യണം നേരിച്ചോ. ഇതെല്ലാം സൈഡിലല്ലേ ഇല്ലേ? ടെക്സ്റ്റിൻ്റെ അലൈൻമെൻ്റ് എല്ലാം സൈഡിലല്ലത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് സെൻട്രലൈസ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ടേബിൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു അഡീഷണൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഡിസൈനും ലേ ഔട്ട് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ വരും. ഡിസൈനും വരും, ലേ ഔട്ട്. നമുക്കിപ്പോൾ ലേ ഔട്ട് എടുക്കാം. ലേ ഔട്ടിൽ നമുക്ക് ആദ്യം ഈ അലൈൻമെൻറ്റ് ടൂൾ പഠിക്കാം. അലൈൻമെൻറ്റ് ടൂളിൽ ലേ ഔട്ടിൽ എന്താണ്? അലൈൻമെൻറ്റ് ടൂൾ അല്ല? അലൈൻമെൻറ്റ് ടൂളിൽ കുറേ അലൈൻമെൻറ്റ് കണ്ട. എന്തെല്ലാം അലൈൻമെൻറ്റ് ഉണ്ട്? അലൈൻ ടെക്സ്റ്റ് ടു ടോപ്പ് കോർണർ ഓഫ് ദി സെൽ. ടോപ്പ് കോർണറിൽ നിൽക്കും. ഇതോ അലൈൻ ടോപ്പ് സെൻറ്റർ. ടോപ്പിൽ സെൻറ്ററിൽ നിൽക്കും. വ്യത്യാസം നോക്കിയേ. ടോപ്പിൽ സെൻറ്റർ അലൈൻമെൻറ്റ് വന്നു. ഇനി ഇതെന്താണ് വരുന്നത്? അലൈൻ സെൻറ്റർ ലെഫ്റ്റ്. സെൻറ്റർ ലെഫ്റ്റ് അല്ല, സെൻറ്ററിൽ ലെഫ്റ്റിൽ വന്നു. ഇതോ കറക്റ്റ് സെൻറ്ററിൽ വരും അല്ലേ? സെൻറ്റർ ടെക്സ്റ്റ് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി വിത്തിൻ ദി സെൻറ്റർ. അതായത് ആ ഒരു സെല്ലിൻ്റെ കറക്റ്റ് സെൻറ്ററിലെല്ലാം അലൈൻ ചെയ്ത് വന്നു. ജസ്റ്റ് സെലക്ട് ചെയ്യാം, ഇത് കൊടുക്കുക. അപ്പം ഇതോ സെൻറ്റർ ടെക്സ്റ്റ് വെർട്ടിക്കലി ആൻഡ് അലൈൻ ടു ദി റൈറ്റ് സൈഡ് ഓഫ് ദി സെൽ. റൈറ്റിലല്ല, നേരത്തെ ലെഫ്റ്റ്, ഡീഫോൾട്ടായിട്ട് ലെഫ്റ്റ് ആണ്ടാവും, റൈറ്റിൽ അലൈൻ ചെയ്യും.
ഇതെന്താ ചെയ്യാം, ബോട്ടത്തിൽ ലെഫ്റ്റിൽ അലൈൻ ചെയ്യുക അല്ലേ. ഈ ഫിഗറിൽ കാണുന്ന പോലെ അലൈൻ ടെക്സ്റ്റ് ടു ദി ബോട്ടം ലെഫ്റ്റ് കോർണർ ഓഫ് ദി സെൽ. ഇതോ സെൻറ്റർ ടെക്സ്റ്റ് ആൻഡ് അലൈൻ ടു ദി ബോട്ടം ഓഫ് ദി സെൽ. സെൻട്രലൈസ് ചെയ്യും, പക്ഷെ ബോട്ടത്തിലായിരിക്കും സെൻട്രലൈസ് ചെയ്യുക. ഇതോ അലൈൻ ടെക്സ്റ്റ് ടു ദി ബോട്ടം റൈറ്റ് കോർണർ ഓഫ് ദി സെൽ. റൈറ്റ് കോർണറിൽ അലൈൻ ചെയ്യും. ഇപ്പം ഇതെന്താ, അപ്പോൾ ഈ അലൈൻമെൻറ്റ് ടൂൾ പഠിച്ചില്ലേ, ഇത്രയും ടൂൾസ് ഉണ്ട്. എത്ര, 9 എണ്ണം അല്ലേ, 9 അലൈൻമെൻറ്റ് ഉണ്ട് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് സെൻട്രലൈസ് ചെയ്യാൻ ജസ്റ്റ് ഈ സെൻറ്റർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കലണ്ടറിൻ്റെ സെൻറ്ററായി. ഇനി ടെക്സ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ മെനു പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ഡയറക്ഷൻ പറയാം. നമുക്ക് ഈ സൺഡേ മൺഡേ എന്നെല്ലാം ഇല്ലത് എന്ത് ചെയ്യണം, ഇങ്ങനെ അലൈൻമെൻറ്റ് മാറിയിട്ട് ഇതുപോലെ വരണം. അതിൽ കുറേ ഡയറക്ഷൻസ്, ഏത് അലൈൻമെൻറ്റ് വേണമെങ്കിൽ, അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇതാണ് ടെക്സ്റ്റ് ഡയറക്ഷൻ. ടെക്സ്റ്റ് ഡയറക്ഷൻ എന്താണ്, ഇങ്ങനെ ഡയറക്ഷൻ മാറി. ചേഞ്ച് ദി ടെക്സ്റ്റ് ഡയറക്ഷൻ വിത്തിൻ ദി സെലക്ടഡ് സെൽസ്. ക്ലിക്ക് ദി ബട്ടൺ മൾട്ടിപ്പിൾ ടൈംസ് ടു സൈക്കിൾ ത്രൂ ദി അവൈലബിൾ ഡയറക്ഷൻ. അപ്പോൾ ഡയറക്ഷൻ മാറണമെങ്കിൽ കുറേ മാറി മാറി ക്ലിക്ക് ചെയ്ത് നോക്കുക, ഏത് അലൈൻമെൻറ്റിൽ വേണമെങ്കിൽ അത് വരും. ഇതാണ് ടെക്സ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് നോർമലായിട്ട് വേണമെങ്കിൽ ഇതേപോലെ. അപ്പോൾ ഏത് ഡയറക്ഷൻ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്, ടെക്സ്റ്റ് ഡയറക്ഷൻ. തൽക്കാലം നമുക്ക് ഈ ഡയറക്ഷൻ ആക്കാൻ കൊടുക്കാം അല്ലേ, അല്ലെ നോർമൽ ഡയറക്ഷൻ കൊടുക്കാം. അപ്പോൾ ടെക്സ്റ്റ് ഡയറക്ഷൻ കൊടുക്കാനാണ് ഇതെന്ന് പറയാൻ വേണ്ടി മാത്രം ചെയ്ത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ സെല്ലിൽ ഓരോന്നിലും ഓരോ കളർ, ഇപ്പോൾ ഈ സൺഡേക്കെല്ലാം റെഡ് കളർ ഫില്ല് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഫിൽ കളർ ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ കളർ ഫില്ല്, ഇപ്പോൾ ഇവിടെ കളറിൽ ഫില്ല്, ഡിസൈനിലൊന്നും കളർ ഫില്ല് ചെയ്യേണ്ട ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ ഡിസൈൻ എടുക്കുക. നമ്മൾ ലേഔട്ടിലാണ് നേരത്തെ ഉണ്ടായ, ഡിസൈനിൽ പോയിട്ട് ഫിൽ കളർ, ദ ഷെയ്ഡിങ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഷെയ്ഡിങ് കളർ ദി ബാക്ക്ഗ്രൗണ്ട് ബിഹൈൻഡ് ദി സെലക്ടഡ് ടെക്സ്റ്റ് ഓർ പാരഗ്രാഫ്. അപ്പോൾ നമുക്ക് ഷെയ്ഡിങ് കൊടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഇതിന് റെഡ് ഷെയ്ഡിങ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് മാത്രം എന്ത് ചെയ്തു, കോളത്തിന് റെഡ് കളർ. അപ്പോൾ ഈ ടെക്സ്റ്റിനും എന്ത് വേണം, സാധാരണ കോളത്തിനല്ല അല്ലേ, ടെക്സ്റ്റിനല്ലേ റെഡ് കളർ. അപ്പോൾ ഷെയ്ഡിങ് നമുക്ക് വേറെ ഏതെങ്കിലും കളർ കൊടുത്ത് വെച്ചിട്ട് ടെക്സ്റ്റിന് റെഡ് കളർ കൊടുക്കാം. ടെക്സ്റ്റിൻ്റെ റെഡ് കളർ കൊടുക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ, ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഹോമിൽ പോവുക, ടെക്സ്റ്റ് കളർ. ഇതിൽ ടെക്സ്റ്റ് കളർ തന്നെ ചേഞ്ച് ചെയ്യണം. സാധാരണ ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യുക. എന്ത് ചെയ്യുക, ബോൾഡെല്ലാം കുറച്ച് സൈസ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, സൈസ് കൂട്ടുക. ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ചെയ്യുക. ഇതാണ്. അപ്പോൾ ഈ ഫോർമാറ്റിംഗ് ഇതിൽ മനസ്സിലായില്ലേ. അപ്പോൾ ഡിസൈൻ എടുത്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഡിസൈൻ, ഇതിൽ ഷെയ്ഡിങ്, ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ ഷെയ്ഡിങ് കൊടുക്കുക. ഇതെല്ലാം ബിൽട്ടിനായിട്ട് കുറേ ഫോർമാറ്റ്സ് ആണ് കേട്ടോ. ഇതെല്ലാം ക്ലിക്ക് ചെയ്ത് ആ ഫോർമാറ്റിൽ വരും. നമുക്ക് കലണ്ടർ ഈ ഫോർമാറ്റിൽ വേണം. ഇത് ബിൽട്ടിൻ സ്റ്റൈൽസ് ആണ്, ടേബിൾ സ്റ്റൈൽ. അത് സെലക്ട് ചെയ്യുന്നതിനാണൊക്കെ ആ സ്റ്റൈലിലേക്ക് നമ്മൾ ടേബിൾ ഫോർമാറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇതിൽ ബിൽട്ടിനായിട്ട് കുറേ ഫോർമാറ്റ്സ് ഉണ്ട്. ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പം ബാക്ക്ഗ്രൗണ്ടെല്ലാം അതാണ്, ഫ്രണ്ട് ഫോർമാറ്റിൽ എന്ത് ചെയ്യും, ആ ഫോർമാറ്റ് സെലക്ട് ചെയ്താൽ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫോർമാറ്റ് അറിയാണ്ട് ക്ലിക്ക് ചെയ്ത് പോയി അല്ല, നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ നോർമൽ സ്റ്റൈലിലേക്ക് വരണമെങ്കിൽ ഇതാ പ്ലെയിൻ ടേബിൾ കൊടുക്കുക. ഇതാണ് പ്ലെയിൻ ആയിട്ടുള്ള ടേബിൾ. നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റ് ഒക്കെ വേണമെങ്കിൽ അതിന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഷെയ്ഡിങ് എല്ലാം കൊടുത്ത് കളർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഷെയ്ഡിങ് മനസ്സിലായില്ലേ, ഡിസൈനിൽ ഷെയ്ഡിങ്. ഇനി അടുത്ത ഓപ്ഷൻ ബോർഡേഴ്സ്. ഇപ്പോൾ ഈ ഡീഫോൾട്ട് ആയിട്ട് ഈ ബോർഡറാണ് തിക്നെസ് വരുന്നത്. നമുക്ക് നോക്കി എല്ലാ ബോർഡറൊന്നും വേണ്ട. എന്ത് ചെയ്യണം, ഔട്ട്സൈഡ് ബോർഡർ മാത്രമേ വേണ്ടൂ. ഇതിലും കുറേ ഓപ്ഷൻസ് ഉണ്ട്, കാണിച്ചാ. ഡിസൈൻ എടുക്കുക, ബോർഡേഴ്സ് എടുക്കുക. ബോർഡേഴ്സിൽ എത്ര ബോർഡർ, നമ്മൾ പേജ് ബോർഡറിന് കണ്ട പോലെ തന്നെ ബോട്ടം ബോർഡർ, ടോപ്പ് ബോർഡർ, ലെഫ്റ്റ് ബോർഡർ, റൈറ്റ് ബോർഡർ, നോ ബോർഡേഴ്സ് കൊടുത്ത് നോക്കാം. ഈ ഫോർമാറ്റേ വേണ്ടൂ. ടേബിളിൻ്റെ ബോർഡർ ഒന്നും വേണ്ടെങ്കിൽ നോ ബോർഡർ കൊടുത്താൽ മതി. നമുക്ക് വര വേണ്ടെങ്കിൽ അല്ലേ. അപ്പം നിങ്ങൾ നല്ല ശരിക്കും അറേഞ്ച്മെൻറ്റ് ടേബിളിൻ്റെ അതേ അറേഞ്ച്മെൻറ്റിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആദ്യം ടേബിൾ ആയിട്ട് ചെയ്യുക, അതിന് ശേഷം ബോർഡർ കളഞ്ഞാലും മതി. കറക്റ്റ് അറേഞ്ച്മെൻറ്റിൽ ചെയ്യുന്ന പറ്റുന്നില്ല. ഓക്കെ, ടെക്സ്റ്റെല്ലാം ഇങ്ങനെ അലൈൻ ചെയ്ത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യം ഒരു ടേബിൾ എടുത്ത് വെച്ചിട്ട് എല്ലാം ചെയ്യുക, അതിൻ്റെ അവസാനം അതിൻ്റെ ബോർഡർ അങ്ങ് കളഞ്ഞാൽ മതി.
ഓക്കെ. അല്ലാണ്ട് കറക്റ്റ് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ടാബ് കീ പ്രസ് ചെയ്തിട്ടെല്ലാം ഒന്നും ചെയ്യാം. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ബയോഡാറ്റ ആക്കുന്നതിലും നമ്മളൊരു ടേബിള് ഇൻസേർട്ട് ചെയ്തിട്ട് അതിനകത്ത് ചെയ്തിട്ട് ബോർഡർ കളഞ്ഞാലും മതി. അപ്പോൾ കറക്റ്റ് അലൈൻമെൻറ്റ് കിട്ടും. ഇപ്പം നോ ബോർഡർ കൊടുക്കുക. ഇനി ഓൾ ബോർഡേഴ്സ് തിരിച്ച് ബോർഡർ വേണമെങ്കിൽ ഓൾ ബോർഡർ കൊടുക്കുക. പിന്നെ ഇത് ഔട്ട് സൈഡ് ബോർഡേഴ്സ് മാത്രമേ വേണമെങ്കിൽ ഔട്ട് സൈഡ് ബോർഡർ, അത് ഔട്ട് സൈഡ് ബോർഡർ പോവുന്നല്ല. ഔട്ട് സൈഡ് ബോർഡർ വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. നോ ബോർഡേഴ്സ് കൊടുത്തിട്ട് ഔട്ട് സൈഡ് ബോർഡേഴ്സ് കൊടുക്കണം, എന്നാലും മാത്രമേ ഇങ്ങനെ വരുള്ളൂ. ഔട്ട് സൈഡിൽ മാത്രം ബോർഡർ വരും. ദെൻ ഇൻസൈഡ് ബോർഡർ വേണമെങ്കിൽ ഇൻസൈഡ് ബോർഡർ കൊടുക്കും. ഇതെല്ലാം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ബോർഡർ ആൻഡ് ഷെയ്ഡിങ്ങിൽ കുറേ ഓപ്ഷൻസ് വരും. ബോർഡർ ആൻഡ് ഷെയ്ഡിങ്ങിൽ നമുക്ക് ഈ ബോർഡറിൻ്റെ ടൈപ്പ് മാറ്റാം. ഡോട്ടഡ് ലൈൻസ് വരാം. ഈ ടൈപ്പ് തിക്നെസ് ബോർഡേഴ്സ്, ഈ ടൈപ്പ് ബോർഡറെല്ലാം വരും. അതിന് നമുക്ക് കളർ വേണം കൊടുക്കാൻ പറ്റും. അതിൻ്റെ തിക്നെസ് കളറൊക്കെ കൊടുക്കാം. ഓക്കെ, ആ ടൈപ്പ് ബോർഡർ വരും. ഇപ്പോൾ ടേബിളിന് അതെല്ലാം ഇങ്ങനെ കൊടുക്കും. ബോർഡർ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്, ബോർഡർ ആൻഡ് ഷെയ്ഡിങ് എടുക്കുക. ബോർഡർ ആൻഡ് ഷെയ്ഡിങ് ഓപ്ഷൻസിൽ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ സെലക്ട് ചെയ്യാം. അതിന് ശേഷം അതിന് കളർ സെലക്ട് ചെയ്യാം. അതിന് ശേഷം എന്ത് സെലക്ട് ചെയ്യാം, അതിൻ്റെ സൈസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കളർ ഏത് ടൈപ്പ് ബോർഡർ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ബോർഡർ ആൻഡ് ഷെയ്ഡിങ്. ഇതെല്ലാം എവിടെയുള്ളത്, ഡിസൈനിൽ ബോർഡേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ഈ കലണ്ടറിന് നല്ല ബോർഡർ വന്നില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇറേസർ എന്ന് പറഞ്ഞാൽ ഡ്രോ ടേബിൾ പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രാ നമുക്ക് ഈ ഡ്രോ ടേബിൾ എടുത്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രാ ഒരു കോളം കൂടെ വെക്കണമെങ്കിൽ ഈ ഡ്രോ ടേബിൾ എടുക്കുക. അല്ലാണ്ട് ഇൻസേർട്ട് റോ എല്ലാം പറയാനുണ്ടേ. എക്സ്ട്രാ കോളം വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതാണ് ഡ്രോ ടേബിൾ. എക്സ്ട്രാ റോ എല്ലാം വേണമെങ്കിൽ വരച്ച് ചേർക്കാം. അതാണ് ഡ്രോ ടേബിൾ. ഇറേസർ നമുക്ക് മായ്ച്ചാൽ, നമുക്ക് ഈ വര വേണ്ടെങ്കിൽ ഇത് ഇറേസ് ചെയ്താൽ ബോർഡർ ഇറേസ് ചെയ്യണമെങ്കിൽ ഇപ്പം ഈ വര വേണ്ടെങ്കിൽ ഇത് ഇറേസ് ചെയ്താൽ. ഇതാണ് ഇറേസർ. ഇപ്പോൾ ഇറേസറായി ഡ്രോ ടേബിളായി. ഓക്കെ, ഇനി നമുക്ക് ഈ ഓപ്ഷൻസ് ഇപ്പോൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞു, അലൈൻമെന്റ് പറഞ്ഞു, ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കിപ്പോൾ ഈ കോളം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ഈ ഒരു റോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഡിലീറ്റ് ഓപ്ഷൻസ് എടുക്കുക. ഡിലീറ്റ് ഓപ്ഷൻസിൽ എന്തെല്ലാം വരും, ഡിലീറ്റ് സെല്ല് വരുന്നുണ്ട്, ഡിലീറ്റ് കോളംസ്, ഡിലീറ്റ് റോസ്, ഡിലീറ്റ് ടേബിൾ. ഡിലീറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് മാത്രമേ ഡിലീറ്റ് ചെയ്യൂ. അതിന് ഡിലീറ്റ് കോളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ സെലക്ട് ചെയ്ത കോളംസ് മൊത്തം ഡിലീറ്റ് ആവും. അല്ല, ഡിലീറ്റ് ആയില്ല, അൺഡു ചെയ്താൽ കൺട്രോൾ സെറ്റ് അടിച്ചിട്ട്. അപ്പം ഇനി ഈ ഒരു റോ മാത്രം ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് റോസ്. അപ്പോൾ ആ സെലക്ട് ചെയ്ത റോസ് മാത്രം ഡിലീറ്റ് ചെയ്യും. തിരിച്ചു വരാൻ ഞാൻ കൺട്രോൾ സെറ്റ് അടിക്കുന്നതാണ്, അൺഡു ചെയ്യുന്നതാണ് കൺട്രോൾ സെറ്റ്. അപ്പം ഡിലീറ്റിൽ എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് സെൽ, ഡിലീറ്റ് കോളംസ്, ഡിലീറ്റ് റോസ്, ഡിലീറ്റ് ടേബിൾ. ഈ ടേബിൾ ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്ത് ഡിലീറ്റ് പ്രസ് ചെയ്താൽ ആ ഡാറ്റ അല്ലേ പോകുന്നില്ല. നോക്കിയാൽ നമുക്ക് ടേബിൾ തന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യാം, ടേബിൾ സെലക്ട് ചെയ്യാം, ഡിലീറ്റ് ടേബിൾ കൊടുക്കണം. അപ്പം ടേബിൾ ഡിലീറ്റ് ആയില്ലേ. അങ്ങനെയാണ് അപ്പം ഡിലീറ്റ് ഓപ്ഷൻസിൽ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കണം. ഡിസൈനിൽ ലേഔട്ടിലാണ് ഡിലീറ്റിൽ എന്തെല്ലാം വരുന്നുണ്ട്, ഡിലീറ്റ് റോസ്, കോളംസ് ആൻഡ് സെൽ ഓർ അതർ എൻറ്റയർ ടേബിൾ ഡിലീറ്റ് ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷൻ, ഇതെല്ലാം വരുന്നത് റോസ് ആൻഡ് കോളംസ് പറയുന്ന ഓപ്ഷൻസിലാണ്. ഇൻസേർട്ട് റോ എബോവ്, അതായത് നമുക്ക് നമ്മളിപ്പോൾ സൺഡേ മൺഡേ എന്നെല്ലാം ആക്കി, എനിക്ക് ഇതിൻ്റെ മുകളിൽ ജനുവരീൻ്റെ കലണ്ടർ ആണെങ്കിൽ ഒരു റോ ഇതിൻ്റെ മുകളിൽ ഇൻസേർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ എക്സ്ട്രാ ഒരു റോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് റോ എബോവ് എന്ന് കൊടുക്കും. അപ്പോൾ ഇതേ ഫോർമാറ്റിൽ ഒരു റോ ഇവിടെ ഇൻസേർട്ട് ചെയ്ത് വന്നു. ഇൻസേർട്ട് റോ എബോവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് കേഴ്സർ വെച്ച് ആ റോൻ്റെ മുകളിലേക്ക് ഒരു റോ ഇൻസേർട്ട് ചെയ്ത് വരും. എനിക്കിപ്പോൾ ഇതിൻ്റെ അടുക്കാന്ന് ഒരു റോ ഇൻസേർട്ട് ചെയ്യണം, അവിടെ കേഴ്സർ വെച്ചിട്ട് ഇൻസേർട്ട് റോ എബോവ് കൊടുക്കണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു റോ എക്സ്ട്രാ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് റോ എബോവ്, അല്ലെ ബിലോ, താഴെയാണെങ്കിൽ ഇൻസേർട്ട് റോ ബിലോ എന്നുള്ള ഓപ്ഷൻ. ഇതിൻ്റെ താഴെയാണെങ്കിൽ ഇൻസേർട്ട് റോ ബിലോ കൊടുക്കുക. ഇനി ഇൻസേർട്ട് കോളം ഉണ്ടാവും അതുപോലെ അല്ലേ. ഇൻസേർട്ട്
റോ അല്ലാണ്ട് ഇനി ഇൻസേർട്ട് കോളം ആണെങ്കിലോ ഇൻസേർട്ട് കോളം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി ഇൻസേർട്ടിൽ എന്തെല്ലാം അതാ കോളം വന്നു. അപ്പോൾ ഇവിടെയാണ് ഒരു കോളം വേണമെങ്കിൽ ഇവിടെ. ഓക്കെ. ഇനി ഇൻസേർട്ട് ലെഫ്റ്റിലാണ് വേണമെങ്കിൽ ഇവിടെ ലെഫ്റ്റിൽ വെച്ചിട്ട് ഇൻസേർട്ട് കോളം ലെഫ്റ്റ്. ഇതിൻ്റെ ഇവിടിൻ്റെ റൈറ്റിലാണ് വേണമെങ്കിൽ ഇൻസേർട്ട് കോളം റൈറ്റ്. അങ്ങനെ. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇൻസേർട്ട് റോ എബോ, ഇൻസേർട്ട് റോ ബിലോ, ഇൻസേർട്ട് കോളം ലെഫ്റ്റ്, ഇൻസേർട്ട് റോ ബിലോ, ഇൻസേർട്ട് റോ എബോ, പിന്നെ ഇൻസേർട്ട് കോളം ലെഫ്റ്റ്, ഇൻസേർട്ട് കോളം റൈറ്റ് അല്ലേ. കോളം ആണെങ്കിൽ ലെഫ്റ്റിലും റൈറ്റിലും, റോ ആണെങ്കിൽ എബോ ആൻഡ് ബിലോ. നെക്സ്റ്റ് മെർജ് സെൽ. നമുക്ക് ഇതിൻ്റെ അപ്പോൾ ഇനി ഇതിൻ്റെ എക്സ്ട്രാ ആക്കിയ കോളംസ് എല്ലാം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഈ ഓപ്ഷൻസ് എല്ലാം കിട്ടുമേ. ഡിലീറ്റ് സെൽ എൻ്റയർ റോ. മെനുവിൽ ക്ലിക്ക് ചെയ്യണമെന്ന ഓപ്ഷൻ നിർബന്ധമില്ല. ഇവിടെ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് സെൽ, ആ കോള ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് എൻ്റയർ കോളം. നമ്മൾ എക്സ്ട്രാ ഇൻസേർട്ട് ചെയ്ത കോളംസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പം ഡിലീറ്റ് സെൽ എൻ്റയർ കോളം അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. റൈറ്റ് ടേബിളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താലും ഈ ഓപ്ഷൻസ് എല്ലാം കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഇവിടെ മുകളിലൊരു റോ ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യണം, സൺഡേ അല്ല ജനുവരി ഉണ്ടാക്കണം. അപ്പം ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യാം, ഇൻസേർട്ട് റോ എബോ അല്ലേ, ഇൻസേർട്ട് റോ എബോ കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് എല്ലാം സ്പ്ലിറ്റ് ആയിട്ടല്ലേ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ കോമൺ ആയിട്ട് ഒറ്റ റോ ആയിട്ട് കിട്ടണം, അല്ല ഒറ്റ കോളായിട്ട് കിട്ടണം. അപ്പോൾ സെലക്ട് ചെയ്യുക അടുത്ത ഓപ്ഷൻ മെർജ്. ഇപ്പോൾ റോസ് ആൻഡ് കോളംസ് ആയി. നെക്സ്റ്റ് മെർജ് ഓപ്ഷൻ, മെർജ് സെൽസ് എന്ന് പറഞ്ഞാൽ മെർജ് ചെയ്ത് വരും അല്ലേ, എല്ലാം കൂടി ഒറ്റ സെല്ലായി വന്നു. അതിനാണ് മെർജ് സെൽ എന്ന് പറയാം. അപ്പോൾ മെർജ് സെല്ലിൻ്റെ തിയറി എന്താണ്, മെർജ് ദി സെലക്ടഡ് സെൽ ഇൻടു വൺ സെൽ. മെർജ് സെൽ എന്ന് പറഞ്ഞാൽ മെർജ് ദി സെലക്ടഡ് സെൽസ് ഇൻടു വൺ സെൽ, ഇതാണ് മെർജ് സെൽ. ഇപ്പം നമുക്ക് ജനുവരിന്നോ സെലക്ട് ചെയ്യാം. അപ്പം ഇതിനെ മിഡിലെല്ലാം ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നേരത്തെ പോലെ ടെക്സ്റ്റ് ഡയറക്ഷൻ കൊടുക്കുക. സൈസെല്ലാം കൂട്ടണമെങ്കിൽ ഹോമിൽ പോയിട്ട് സാധാരണ പോലെ സൈസ് കൂട്ടുക. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യണമെങ്കിൽ ഇവിടുന്നും ഫില്ല് ചെയ്യുക. ഒരു ഫിൽ കളർ ഓപ്ഷൻ ഇവിടെ ഇല്ല, ഇവിടുന്ന് വേണമെങ്കിലും ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ. ഓക്കെ, ഇതാണ് ഡിസൈൻ അല്ലേ. ലേഔട്ടിൽ നമ്മൾ എന്ത് പറഞ്ഞു, മെർജ് സെൽ. ഇനി സ്പ്ലിറ്റ് സെൽ. സ്പ്ലിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സെല്ലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടാക്കണം. ഈ സൺഡേ എന്നുള്ള ഈ സെല്ലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് രണ്ട് സെല്ലാക്കണം. അപ്പോൾ ഇഷ്ടമില്ല സെൽ. അപ്പോൾ എത്ര കോളം, രണ്ട് കോളും രണ്ട് റോ ആക്കി സ്പ്ലിറ്റ് സെല്ല് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, നമ്പർ ഓഫ് കോളംസ് ആൻഡ് നമ്പർ ഓഫ് റോസ്. 2 കോളം ആൻഡ് 2 റോസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ എടുക്കും. അപ്പം അതിനെ രണ്ട് റോവും രണ്ട് കോളും ഇല്ല ഒരു സെല്ലായിട്ട് സ്പ്ലിറ്റ് അല്ലേ. ആ ഒരു സെല്ലിനെ രണ്ട് കോളും രണ്ട് റോയും ഇല്ല ആക്കി സ്പ്ലിറ്റ് ചെയ്തു. അതിനാണ് സ്പ്ലിറ്റ് സെൽസ് എന്ന് പറയാം. മെർജ് സെൽ മെർജ് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്ത് വരും. എന്നാൽ സ്പ്ലിറ്റ് സെല്ലിൻ്റെ തിയറി പറയാം, സ്പ്ലിറ്റ് ദി സെലക്ടഡ് സെൽസ് ഇൻടു മൾട്ടിപ്പിൾ ന്യൂ സെൽസ്. അതിനെയാണ് എന്ത് പറയാ, സ്പ്ലിറ്റ് സെൽസ്. സ്പ്ലിറ്റ് ദി സെലക്ടഡ് സെൽസ് ഇൻടു മൾട്ടിപ്പിൾ ന്യൂ സെൽസ്. ഇപ്പോൾ സ്പ്ലിറ്റ് സെൽസ് ആയി. ഇനി സ്പ്ലിറ്റ് ടേബിൾ. അപ്പോൾ സ്പ്ലിറ്റ് മെർജിൽ എന്തെല്ലാം ഓപ്ഷൻ, ടേബിൾ മെർജിൽ എന്തെല്ലാം ഓപ്ഷൻ ഉള്ളത്, മെർജ് സെൽസ് ഉണ്ട്, സ്പ്ലിറ്റ് സെൽസ് ഉണ്ട്. ഇനി സ്പ്ലിറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ദി ടേബിൾ ഇൻടു 2 tables. ദി സെലക്ടഡ് റോ വിൽ ബിക്കം ദി ഫസ്റ്റ് റോ ഓഫ് ദി ന്യൂ ടേബിൾ. ഓക്കെ, ഇപ്പോൾ ഒരു വലിയ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ എനിക്ക് ഇത് വേറൊരു ടേബിളായിട്ട് സ്പ്ലിറ്റ് ആക്കണം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം, ഈ റോ മുതൽ അത് വേറെ ടേബിൾ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, സ്പ്ലിറ്റ് ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, ഇപ്പോൾ 2 ടേബിളായി മാറിയില്ലേ അല്ലേ. ഇപ്പോൾ ഈ 1 എന്നുള്ളത് ഒരു ടേബിളും 8 മുതൽ വേറൊരു ടേബിളായി മാറി. അതിനാണ് സ്പ്ലിറ്റ് ടേബിൾ എന്ന് പറയാം. അപ്പോൾ ടേബിൾ ഡിസൈനിൽ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയ സംഭവങ്ങളെല്ലാം ആയില്ലേ. ഈ ഫിറ്റ് നമ്മൾ ഓട്ടോ ഫിറ്റ് ടു കോളം വിഡ്ത്ത് അതാണ് പറയുന്നത്. പിന്നെ ഓട്ടോമാറ്റിക്കലി റീസൈസ് ദി കോളം വിഡ്ത്ത് ബേസ്ഡ് ഓൺ ദി സൈസ് ഓഫ് ദി ടെക്സ്റ്റ് ഇൻ ദം, അതാണ് ഓട്ടോ ഫിറ്റ്. യു ക്യാൻ സെറ്റ് ദി ടേബിൾ വിത്ത്
width based on the window size or convert it back to the നമ്മളിത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ ആ 3 ഓപ്ഷനാണ് ഉള്ളത്. ഏത്? ഓട്ടോ ഫിറ്റ് ടു കണ്ടൻസ്, കണ്ടൻസിനനുസരിച്ച് ഫിറ്റ് ചെയ്യും. ഓട്ടോ ഫിറ്റ് ടു വിൻഡോ, വിൻഡോന്റെ സൈസിനനുസരിച്ച് ഫിറ്റ് ആക്കും. ഫിക്സഡ് കോളം വിഡ്ത്ത്, ഡീഫോൾട്ട് ആയിട്ട് ഏതാ ഉണ്ടാവുന്നത്? ഫിക്സഡ് കോളം വിഡ്ത്ത്. ഇതിപ്പോ നമ്മൾ ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ് ആണോ കൊടുത്തതെന്ന് വെച്ചോ, ഉണ്ടോ? കണ്ടന്റിനാണ് കണക്കായിട്ട് ഫിറ്റായി. ഡീഫോൾട്ട് ആയിട്ട് ഏതാ ഉണ്ടാവുക? ഫിക്സഡ് കോളം വിഡ്ത്ത് സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ മാറ്റിയിട്ട് ഫിക്സഡ് കോളം വിഡ്ത്ത് ഇപ്പോൾ അതാ സെലക്ട് ചെയ്തോണ്ടാവും. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഫിക്സഡ് കോളം വിഡ്ത്ത് ഉണ്ടാവുക. ഓട്ടോ ഫിറ്റ് ടു വിൻഡോ എന്ന് പറഞ്ഞാൽ വിൻഡോന് കണക്കായിട്ട് ഫിറ്റ് ആവും. ഇനി ഡിസ്ട്രിബ്യൂട്ട് കോളം ഈവൻലി, ഡിസ്ട്രിബ്യൂട്ട് കോളം അല്ലെ ഡിസ്ട്രിബ്യൂട്ട് റോസ് ഈവൻലി എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇതിപ്പോൾ ഈ സെല്ല് ഈ റോ മാത്രം കുറച്ച് വിഡ്ത്ത് കൂടിയിട്ടില്ല. അപ്പോൾ എല്ലാം ഒരേ സൈസിൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് റോസ് കൊടുക്കുക. ഈവൻലി എന്ന് പറഞ്ഞാൽ ഒരേപോലെ വിഡ്ത്ത് അറേഞ്ച് ചെയ്തു. ഒന്ന് മാത്രം ഡിഫറെൻ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്തല്ലോ ഇങ്ങനെ 2 കോളം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തു പോയി. ഇനി ഓരോന്ന് വലിച്ച് ശരിയാക്കണം എന്നില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സെലക്ട് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് കോളം ഈവൻലി എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് റോസും ഉണ്ട്, മനസ്സിലായില്ലേ? ഡിസ്ട്രിബ്യൂട്ട് റോസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും റോ മാത്രം വിഡ്ത്തിൽ കുറച്ച് ഡിഫറെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മൊത്തം സെലക്ട് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് റോസ് ഈവൻലി കൊടുക്കുക. ഏതെങ്കിലും ഒരു കോളാണ് വിഡ്ത്ത് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് കോളംസ് ഈവൻലി കൊടുക്കുക. ഇത്രയാണ് ടേബിൾ. ഇത്രയൊന്നല്ല, ഇനിയും കുറച്ച് റിപ്പീറ്റഡ് ഹെഡർ ഇതുണ്ട്, അതൊന്നും കാണിച്ചു തരാം. ഫയലിൽ ന്യൂ കൊടുക്കാം, ക്രിയേറ്റ്. നമുക്ക് ടേബിളിൽ ഇൻസേർട്ട് ടേബിളിൽ ഞാനൊരു ഇത്രയും കോളംസ് ചെയ്യും. നമ്മളിപ്പം ഈ ടേബിൾ തന്നെ 2-3 പേജിലുണ്ട് എന്ന് വെച്ചു. ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടെങ്കിൽ ഒരു പേജിലൊന്നും ഫിറ്റ് ആക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇവിടെ നെയിം ഫസ്റ്റ് പേജിലാണ്. ഫസ്റ്റ് പേജിൽ നമ്മളിപ്പം കോളം നെയിം, റോൾ നമ്പർ, മാർക്ക്, ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ തന്നെ എന്ത് ചെയ്യണം? അടുത്ത പേജിലും കൂടെ റിപ്പീറ്റ് ചെയ്യണം. ഇല്ല നമ്മൾ അടുത്ത പേജിലും കൊണ്ടുപോയി ടൈപ്പ് ചെയ്താൽ മതി. അതിന് പകരം എന്ത് ചെയ്താൽ മതി? ഈ ലേഔട്ട് എടുത്തിട്ട് റിപ്പീറ്റ് ഹെഡർ റോസ് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാ പേജിലും വരും. ഹെഡർ റോസ്, റിപ്പീറ്റ് ഹെഡർ റോസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്നു, അടുത്ത പേജിലും വന്നു. അപ്പോൾ എത്ര പേജ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? എത്ര പേജിലാണോ ഈ ടേബിൾ ഉള്ളത് അതിനെല്ലാം നമ്മൾ ഫസ്റ്റ് റോയിലെ നെയിം തന്നെ വരും. നെയിം, റോൾ നമ്പർ, ടോട്ടൽ. അതാണ് റിപ്പീറ്റഡ് ഹെഡർ റോസ് എന്ന് പറയാം. കൺവേർട്ട് ടു ടെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ടേബിള് കൺവേർട്ട് ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ടേബിൾ, ഞാൻ ബോർഡർ കളയുന്നെന്ന് പറഞ്ഞില്ലേ അതുപോലെ ഇൻസേർട്ട് ടേബിളിൽ ഇപ്പം ജസ്റ്റ് എന്തെങ്കിലും ചെയ്തു. നമ്മളിപ്പോൾ ടേബിളിൽ എന്തെങ്കിലും ചെയ്തു, അതൊന്ന് എനിക്ക് ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ടേബിളിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം മാറി ഇതൊരു ടെക്സ്റ്റിൻ്റെ രൂപത്തിലേക്ക് മാറണമെങ്കിൽ സെലക്ട് ചെയ്യുക, ഡിസൈൻ ടേബിൾ സെലക്ട് ചെയ്യുക. സെലക്ഷൻ പുറത്ത് വന്നാൽ ടേബിളിൻ്റെ ഓപ്ഷൻ കിട്ടൂല കേട്ടോ. ഡിസൈൻ എടുത്തിട്ട് ലേഔട്ട് എടുക്കുക, കൺവേർട്ട് ടു ടെക്സ്റ്റ്. ടാബ്സിൻ്റെ വ്യത്യാസമാണോ കോമ വേണോ ഏത് രീതിയിൽ വേണമെങ്കിലും അവർ ചേഞ്ച് ചെയ്ത് വരും. ഇപ്പോൾ ടാബിൻ്റെ വ്യത്യാസത്തിലത് ഇപ്പം എന്താ ഈ ടേബിളിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം പോയി, ഇപ്പോൾ ടെക്സ്റ്റിലേക്ക് മാറി. അതാണ് കൺവേർട്ട് ടു ടെക്സ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടേബിൾ ക്രിയേഷൻ. ഇപ്പോൾ ടേബിൾ പറയുമ്പോഴത്തേക്ക് തന്നെ കുറേ സമയം അല്ലേ. ഇപ്പോൾ ടേബിൾ ക്രിയേഷൻ ഇമ്പോർട്ടാണ്. ഇൻസേർട്ടിൽ ടേബിൾ എടുക്കുക. ഇങ്ങനെയാണ് ടേബിൾ ക്രിയേഷൻ ഇൻ MS Word. നെക്സ്റ്റ്, ഹൗ ടു ഇൻസേർട്ട് പിക്ചർ ഇൻ MS Word. എങ്ങനെയാണ് പിക്ചർ MS Wordൽ ഇൻസേർട്ട് ചെയ്യുക?
ഇപ്പൊ ടേബിൾ ഒരു essay ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചെങ്കിലേ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് ഇൻസേർട്ട് ചെയ്യുക, അതിൽ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് എന്നെല്ലാം പറയാം. നെക്സ്റ്റ്, ഹൗ ടു ഇൻസേർട്ട് പിക്ചർ ഇൻ MS Word. ഇപ്പോൾ ഫസ്റ്റ് എന്താ ക്ലിക്ക് ചെയ്യേണ്ടത്? മെനുവിൽ ഇൻസേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് പിക്ചർ ഫ്രം, ഇൻസേർട്ട് പിക്ചർ ഫ്രം ഫയൽ. എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട്? ഇൻസേർട്ട് പിക്ചർ ഫ്രം ഫയലും ഉണ്ട്. Insert clip part into the document including drawing, movie, sound or stop photography to illustrate a specific concept. Clip part വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പിക്ചർ ഫ്രം ഫയൽ വഴി പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക, പിക്ചർ ക്ലിക്ക് ചെയ്യുക. അത് നമുക്ക് സേവ്ഡ് പിക്ചേഴ്സ് എടുക്കും. അപ്പോൾ പിക്ചേഴ്സിലോ നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള പിക്ചറാണോ ഏത് വേണമെന്ന് വെച്ചാൽ സേവ്ഡ് പിക്ചേഴ്സ് ആണ്, സേവ്ഡ് പിക്ചേഴ്സ് എടുക്കുക. ഇതിലൊന്നും ഐറ്റംസ് ഇല്ല. ഡൗൺലോഡ്സിലോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പിക്ചറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്യാവശ്യം ഒന്ന് നെറ്റ് എടുക്കുക. പിക്ചർ കോപ്പി ചെയ്യുന്നതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വെച്ചിട്ടാണ്. ഇപ്പൊ ഇൻസേർട്ട് എടുക്കുക, പിക്ചർ എടുക്കുക. അതിലൊന്നും പിക്ചേഴ്സ് കാണുന്നില്ല. ഇതിലുള്ള പിക്ചർ തന്നെ വന്നു. നെറ്റ് എടുക്കാൻ പറ്റുന്നില്ല. ഒരു പിക്ചർ വന്നു അല്ലേ? ഇൻസേർട്ട് പിക്ചർ എടുക്കുക, അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഈ പിക്ചർ സെലക്ട് ചെയ്യുമ്പം കുറേ ഓപ്ഷൻസ് വരും. പിക്ചർ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ പിക്ചറിൻ്റെ കുറേ ഓപ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം, ഷാഡോ എഫക്റ്റ് കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ലാബിൽ എന്നിട്ടാകുമ്പോൾ ഫോർമാറ്റ് മെനുവിൽ, അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫോർമാറ്റ് മെനു വരും. നമുക്ക് ഇതിൻ്റെ കുറേ ഓപ്ഷൻസ് വരും. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. പിക്ചറിന് വേണമെങ്കിൽ ബോർഡർ കൊടുക്കാൻ പറ്റും, ബോർഡറിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാം, പിക്ചറിന് എഫക്റ്റ് കൊടുക്കാൻ പറ്റും. കണ്ട, ഗ്ലോ എഫക്റ്റ്, ഇതിലുള്ള എഫക്ട്സ് ഒക്കെ കൊടുക്കാം. പിക്ചറിൻ്റെ ഷേപ്പ് അറിയില്ലേ? 3D റൊട്ടേഷൻ കൊടുക്കാൻ പറ്റും. ഏത് വേണമെങ്കിലും ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 3D റൊട്ടേഷൻ ഏത് ഓപ്ഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം? ഈ പിക്ചറിൻ്റെ അറേഞ്ച്മെന്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പം ലാബെല്ലാം ചെയ്യുമ്പം പിക്ചർ തന്നിട്ട് പിക്ചറും ടെക്സ്റ്റും തന്നിട്ട് അതിൻ്റെ അറേഞ്ച്മെന്റ് എല്ലാം ചെയ്യണമെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് പിക്ചർ ഇങ്ങനെയല്ലേ വെക്കാൻ പറ്റുന്നല്ലോ. ഓക്കെ, ഇനി പിക്ചർ ടെക്സ്റ്റ് ഈ സൈഡിൽ വരണം, പിക്ചർ ഈ സൈഡിൽ വരണം, അങ്ങനെയില്ല ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊസിഷൻ എടുക്കുക. പൊസിഷനിൽ ഇത് കണ്ട ടെക്സ്റ്റ് റാപ്പിംഗ് ഇങ്ങനെ വെച്ച് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ പിക്ചറിനെ എവിടെ വേണമെങ്കിൽ വെക്കാം. ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറയും. ടെക്സ്റ്റ് റാപ്പിംഗിൽ എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട്? ഇൻലൈൻ വിത്ത് ടെക്സ്റ്റ്, സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആയിട്ട് അതിൻ്റെ ആ പിക്ചർ കാണുന്ന പോലെ ടെക്സ്റ്റ് അതിൻ്റെ സ്ക്വയർ ഇങ്ങനെ വരും. എങ്ങനെ വേണമെങ്കിൽ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ എന്തുണ്ട്? ടൈറ്റ് അങ്ങനെ വരും. പിന്നെ റാപ്പ് ടെക്സ്റ്റ് ടോപ്പ് ത്രൂ എന്ന് വെച്ചാൽ ഇതെവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റും. ഇതാണ്. പിന്നെ എന്താ ഉള്ളത്? ടോപ്പ് ആൻഡ് ബോട്ടം. ഡീഫോൾട്ട് ആയിട്ട് ഈ ടോപ്പ് ആൻഡ് ബോട്ടം ഉണ്ടാവുന്നു. അതുകൊണ്ട് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ടോപ്പ് ആൻഡ് ബോട്ടം, ടോപ്പ് ആൻഡ് ബോട്ടം ഉണ്ടാവും. പിന്നെ ത്രൂ ഉണ്ട്, ഞാൻ കാണിച്ചു തന്നു അല്ലേ. പിന്നെ എന്താ ഉള്ളത്? ബിഹൈൻഡ് ടെക്സ്റ്റ്, ടെക്സ്റ്റിന്റെ പുറകിൽ അല്ല, ടെക്സ്റ്റിന്റെ പുറകിലായിട്ട് കാണുന്നില്ലേ പിക്ചർ അറേഞ്ച് ചെയ്തിട്ട്. ഇപ്പൊ അത് ക്ലിക്കിൽ വരുന്നില്ല. ഇപ്പൊ ഇനി ഫോർമാറ്റിൽ റാപ്പ് ടെക്സ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ്, ടെക്സ്റ്റിന്റെ മുന്നിൽ വരും. നേരത്തെ എന്തായിരുന്നു? ബിഹൈൻഡ് ടെക്സ്റ്റ്. ഇതിപ്പോൾ ടെക്സ്റ്റിന്റെ ഫ്രണ്ടിലായിട്ട് പിക്ചർ ആവും.
ഇതാണ് റാപ്പ് ടെക്സ്റ്റ്. എഡിറ്റ് ത്രൂ റാപ്പ് പോയിന്റ്. നമുക്ക് റാപ്പ് പോയിന്റ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ട ടെക്സ്റ്റിന്റെ ഉള്ളിൽ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിക്ചർ. അതാണ് എഡിറ്റ് റാപ്പ് പോയിന്റ്സ് എന്ന് പറയാം. അതായത് ഈ പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വലിച്ചിട്ട് പിക്ചറിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. പരമാവധി സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാം പിക്ചറും ടെക്സ്റ്റും തമ്മിൽ. അതാണ് എഡിറ്റ് റാപ്പ് പോയിന്റ്സ്. എവിടെയുള്ളത്? പിന്നെ പൊസിഷൻ ഇത് വേണ്ട. പൊസിഷൻസിൽ എടുക്കുക. റാപ്പ് ടെക്സ്റ്റും ഉണ്ട്, പൊസിഷനും ഉണ്ട്. ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ റൊട്ടേഷൻ വേണമെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ റൊട്ടേറ്റിലെടുക്കാം. റൊട്ടേറ്റ് 90 ഡിഗ്രി, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, റൊട്ടേറ്റ് അപ്പ് 90, ഇത്രയും റൊട്ടേറ്റ് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ പച്ചതിൽ പിടിച്ച് തിരിച്ച് വെച്ചാലും മതി. റൊട്ടേറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇനി ക്രോപ്പ്. അപ്പൊ നമുക്ക് മറ്റേതുപോലെ ക്രോപ്പ് അല്ല, ഇത് കട്ട് ചെയ്തിട്ട് വരും. അതുകൊണ്ടാ നമ്മള് മൊബൈലിൽ നിന്നെല്ലാം ക്രോപ്പ് ചെയ്യുന്ന പോലെ അല്ല വരിക, പിക്ചർ കട്ട് ചെയ്യുന്ന രീതിയിലാണ് വരിക ക്രോപ്പ്. അതാണ് ക്രോപ്പ് ഓപ്ഷൻ. അതാണ് ക്രോപ്പ് ഓപ്ഷൻ. ഇത്രയാണ്. ഇതിലിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് ഹൗ ടു ഇൻസേർട്ട് പിക്ചറിനെ ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇൻസേർട്ട് മെനു എടുക്കുക, പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഇത് ക്ലിക്ക് ചെയ്യുമ്പം ചെയ്യാൻ പറ്റും എന്നുള്ളത് ലാബിൽ നിന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. നെക്സ്റ്റ് ക്ലിപ്പ് ആർട്ടിൽ നിന്ന് എങ്ങനെയാണ് പിക്ചർ എടുക്കുക? അടുത്ത ഓപ്ഷൻ പിക്ചർ എടുക്കേണ്ടത് ക്ലിപ്പ് ആർട്ട് എടുക്കുക. ക്ലിപ്പ് ആർട്ട് ഡബിൾ ഇൻസേർട്ട് ക്ലിപ്പ് ആർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ട ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ആനിമൽസ്. ഇതിൽ നമുക്ക് ഇഷ്ടമില്ല സെർച്ച് മീഡിയ, കുറേ ടൈപ്പ് ഉണ്ട്. ഇലസ്ട്രേഷൻ, ഫോട്ടോഗ്രാഫ്, വീഡിയോസ്, ഓഡിയോസ്, എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമുക്കിതിൽ ഓൾ കൊടുക്കാം. സെർച്ച് ഫോർ ആനിമൽസിന് ഓൾ കൊടുത്താൽ ആനിമൽസ് കൊടുക്കാം. ഗോ. ഇതിലൊന്നും ഇല്ല അല്ലേ? നെറ്റിലേക്കാണ്. അപ്പൊ ഇതിലുണ്ടെങ്കിൽ ആ ഇതെല്ലാം ഇവിടെ വരും. ഇവിടെ പിക്ചർ വരും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിലില്ല. സാധാരണ ക്ലിപ്പ് ആർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പിക്ചേഴ്സ് വരും. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അതാണ് പിക്ചർ. ഇനി ഷേപ്സ്. കുറെ ഡിഫറെന്റ് ടെക്സ്റ്റ് ബോക്സും അതെല്ലാം ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് ടെക്സ്റ്റ് ബോക്സ് എല്ലാം ഇൻസേർട്ട് ചെയ്യാം. ഇങ്ങനെ ബോക്സിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇതാണ് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബോക്സ്. അപ്പൊ അതിന് ബോർഡറും അതും ഇതെല്ലാം കൊടുക്കാൻ പറ്റും. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഡിസൈൻ കുറെ ടെംപ്ലേറ്റ് ഷേപ്പ് ഫില്ല് വരും. അതിന്റെ വേർഡ് ആർട്ട്, അതിന്റെ സ്റ്റൈല് മാറ്റാം, വേർഡ് ആർട്ട് വരും. ഡയറക്ഷൻ മാറ്റാൻ പറ്റും. ഓക്കെ. ഇതെല്ലാം പിന്നെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഫുള്ള് പറയുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കാം. അതാണ് ടെക്സ്റ്റ് ബോക്സ്. നെക്സ്റ്റ് ഇതിൽ കുറേ അല്ല, ഇൻസേർട്ടിൽ ഷേപ്സ് നമുക്ക് ഡിഫറെന്റ് ഏത് ഷേപ്പ്, ഇതിപ്പോൾ ഈ ഒരു സ്റ്റാർ ഷേപ്പ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർ ക്ലിക്ക് ചെയ്യാം. ഇതിന്റെ ഫോർമാറ്റിംഗ് നമുക്ക് ഇതെല്ലാം ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ. കണ്ണെല്ലാം കൂട്ടാൻ പറ്റും. പിന്നെ അതിന് ഫില്ല്, ഷേപ്പ് ഫില്ലും കൊടുക്കാൻ പറ്റും. ഷാഡോ എഫക്റ്റ് കൊടുക്കാൻ പറ്റും. അതിനും പൊസിഷനും അലൈൻമെന്റും എല്ലാം കൊടുക്കാം. 3D എഫക്റ്റ് ഒക്കെ കൊടുക്കാം. രണ്ട് അതാണ് ഷേപ്പ് ഇൻസേർട്ടിൽ. അതാണ് ഇൻസേർട്ടിൽ ഷേപ്സ് എടുത്തിട്ട് കൊടുക്കുക. ഇതൊക്കെ ലാബിൽ ചെയ്ത് പറഞ്ഞു തരേണ്ടതാണ്. ഇപ്പോൾ ഷേപ്സ് ഒക്കെ എങ്ങനെ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് മാത്രം ഞാൻ പറയാം. ഇൻസേർട്ടിൽ ഷേപ്സ് എടുക്കുക. അതിൽ ഏത് ഇഷ്ടമുള്ള ഷേപ്പ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫ്ലോ ചാർട്ട് എല്ലാം വരക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം സിമ്പിൾസും ഷേപ്സ് എല്ലാം ഇവിടെയാണ് കിട്ടും. ഓക്കെ. ഇനി വേർഡ് ആർട്ട്. ചാർട്ടൊന്നും നിങ്ങൾക്ക് അതെല്ലാം എക്സലിൽ പറയാനുള്ളൂ. ഇനി എങ്ങനെയാണ് വേർഡ് ആർട്ട്. വേർഡ് ആർട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് വേർഡ് ആർട്ട്. ഇത് വെൽക്കം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. ഈ വേർഡ് ആർട്ടിൽ മോഡൽ ഉണ്ടാവും.
ഇപ്പോൾ വേർഡ് ആർട്ടിന്റെ തിയറി എന്നാ ചേഞ്ച് ദി വേ ദി ടെക്സ്റ്റ് റാപ്പ് അറൌണ്ട് ദി സെലക്ടഡ് ഒബ്ജക്റ്റ്. വേർഡ് ആർട്ട് റാപ്പ് ടെക്സ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇൻസേർട്ടിൽ വേർഡ് ആർട്ട് എവിടെ? വേർഡ് ആർട്ട് നമുക്ക് വേണ്ടുന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ആണ് വേർഡ് ആർട്ട്. ഇനി ഇൻസേർട്ട് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ആ വേർഡ് ആർട്ടല്ല ലാബിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ, അവരുടെ സമയം കളയുന്നില്ല. ഇൻസേർട്ടിൽ ഇനി എന്താണ് ഡ്രോപ്പ് ക്യാപ്പ്. ഡ്രോപ്പ് ക്യാപ്പ് എന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ. ഇപ്പൊ ഈ വൈ മാത്രം ഇനി കോമൺ ആയിട്ട് വരും. അതിനെയാണ് വേർഡ് ആർട്ട് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയാം. സെലക്ട് ചെയ്യുക ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷൻ. നെക്സ്റ്റ് ഇനി ഹെഡർ ആൻഡ് ഫൂട്ടർ. പേജ് നമ്പർ പറഞ്ഞതാണല്ലേ. ഹൗ ടു ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ. ഹെഡർ ആൻഡ് ഫൂട്ടർ ക്ലിക്ക് ചെയ്യാം. ഇത് പറഞ്ഞതാണല്ലേ ഹെഡർ ആൻഡ് ഫൂട്ടർ പറയാം. ഇനി പേജ് ലേഔട്ട് പറയാം അല്ലേ. പേജ് ലേഔട്ട് ഇപ്പോൾ ഇൻസേർട്ടായി. ഇനി പേജ് ലേഔട്ടിൽ വരുന്ന ഏതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ്. പേജ് ലേഔട്ടിൽ പേജ് സെറ്റപ്പിൽ എന്തെല്ലാം വരുന്നുണ്ട്? മാർജിൻ സെറ്റ്. പേജ് സെറ്റപ്പിലാണ് മാർജിൻ സെറ്റപ്പ്. സെലക്ടഡ് ദി മാർജിൻ സൈസ് ഓഫ് ദി എൻറ്റയർ ഡോക്യുമെന്റ് ദി കറണ്ട് സെലക്ഷൻ വരുന്നുണ്ട്. ഓറിയന്റേഷൻ വരുന്നുണ്ട്. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ദി സ്പേസ് ബിറ്റ്വീൻ ദി പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ലേഔട്ട്. പിന്നെ പേപ്പറിന്റെ സൈസ്. ചൂസ് ദി പേപ്പർ സൈസ് ഓഫ് ദി കറണ്ട് സെക്ഷൻ. പിന്നെ കോളം അല്ലേ, സ്പ്ലിറ്റ് ദി കോളം ഇൻറ്റു 2 or more കോളംസ്. ഇതെല്ലാം പേജ് സെറ്റപ്പിൽ വരുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണ്ടി വരില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്തെല്ലാം ഓപ്ഷൻസ് ഉള്ളത്. മാർജിൻസ് ഉണ്ട്. മാർജിൻസ് എന്ന് പറഞ്ഞാൽ സെലക്ടഡ് ദി മാർജിൻ സൈസ്. ഇതിൽ നോർമൽ, നേരോ, മോഡറേറ്റ്, വൈഡ്, മിറേർഡ്, ഓഫീസ് 2000 ഡീഫോൾട്ട് എന്നെല്ലാം പറഞ്ഞ് വരുന്നുണ്ട്. അപ്പം നോർമൽ മാർജിൻ വരുന്നുണ്ട്, നേരോ, മോഡറേറ്റ്, വൈഡ്, മിറേർഡ്, ഇത്രയാണ് മാർജിൻസ് ഉള്ളത് എന്ന് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഓറിയന്റേഷൻ ഉണ്ട്. ഒന്ന് പോർട്രേറ്റ്, ഒന്ന് ലാൻഡ്സ്കേപ്പ്. പോർട്രേറ്റ് ആണ് ഡീഫോൾട്ട് ആയിട്ട് വേർഡിന്റെ ഓറിയന്റേഷൻ. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ മറ്റേ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഓറിയന്റേഷനാണ് യൂസ് ചെയ്യുക. 2 ടൈപ്പ് ഓറിയന്റേഷൻ, ഒന്ന് പോർട്രേറ്റ്, ഒന്ന് ലാൻഡ്സ്കേപ്പ്. ഏതെല്ലാം ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ദി പേജ് ബിറ്റ്വീൻ പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ലേഔട്ട്സ്. അപ്പോൾ ഓറിയന്റേഷനിൽ വരുന്ന 2 ഓപ്ഷൻ ഓർമ്മിക്കണം. ഒന്ന് പോർട്രേറ്റ്, രണ്ടാമത്തേത് ലാൻഡ്സ്കേപ്പ്. ഓക്കെ. പിന്നെ വരുന്നത് സൈസ്. സൈസിൽ വരുന്നത് ലെറ്റർ ആണ് ഡീഫോൾട്ട് ആയിട്ട് വേർഡിൻ്റെത് 8.5 × 11 ആണ്. പിന്നെ ടാബ്ലോയിഡ്, ലീഗൽ, എക്സിക്യൂട്ടീവ്, A3, A4, A5, B4, B5 ഇങ്ങനെയാണ് ഓപ്ഷൻ. നമ്മൾ A4 സൈസിൽ ആക്കണമെങ്കിൽ സൈസസിൽ പോയിട്ട് ചേഞ്ച് ചെയ്യണം. ഇനി കോളം. പേജ് സെറ്റപ്പിൽ വരുന്ന പേജ് സെറ്റപ്പിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഇപ്പം എന്തെല്ലാം വരുന്നതെന്ന് മാത്രം ജസ്റ്റ് എഴുതുക. മാർജിൻസ്, ഓറിയന്റേഷൻ, സൈസ്, കോളംസ്. അപ്പം ഇത് എങ്ങനെ കോളമായിട്ട് അറേഞ്ച് ചെയ്യാം? കോളംസ് എടുക്കുക. അപ്പോൾ 2 കോളമായിട്ട് അറേഞ്ച് ചെയ്യും. അപ്പോൾ കോളംസ് എന്താണ്? സ്പ്ലിറ്റ് ദി ടെക്സ്റ്റ് ഇൻറ്റു 2 or more കോളംസ്. അതാണ് കോളംസ്. ഞാൻ ബ്രേക്ക് എന്ന് വെച്ചാൽ പേജ് ബ്രേക്ക് ആണ്. പേജ് ഒരു ബ്രേക്ക് ഇതാ ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത പേജിൽ പോകും. വാട്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? വാട്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സർട്ടിഫിക്കറ്റിനുള്ളിൽ വരുന്ന പോലെ കണ്ട, കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് വരുന്ന കണ്ട. അപ്പം ഈ വാട്ടർമാർക്ക് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കസ്റ്റം വാട്ടർമാർക്ക് എടുക്കുക. അപ്പം അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നോ വാട്ടർമാർക്ക് ടെക്സ്റ്റ്. കോൺഫിഡൻഷ്യൽ മാറ്റിയിട്ട് നമുക്ക് വേർഡ് എന്നോ വേർഡ് നോട്ട് എന്നോ ഒന്നും ആക്കാം. ഓക്കെ. അപ്പോൾ കോൺഫിഡൻഷ്യൽ എന്നുള്ളത് വേർഡ് നോട്ട് എന്ന് പറഞ്ഞിട്ട് വരും. കാണുന്നില്ലേ?
അതാണ് വാട്ടർമാർക്ക്. പേജ് കളർ ബാക്ക്ഗ്രൗണ്ട്, പേജിന് കളർ ബാക്ക്ഗ്രൗണ്ട് കളർ വരും. അതാണ് പേജ് കളർ. പേജ് ബോർഡർ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. കുറെ ആർട്ടെല്ലാം ഉണ്ടാവും കേട്ടോ. പേജ് ആർട്ടെല്ലാം വെച്ചിട്ട് പേജിന് ബോർഡറെല്ലാം കൊടുക്കാൻ പറ്റും. ഇതാണ് പേജ് ബോർഡർ. പേജ് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെല്ലാം വരുന്നത്? വാട്ടർമാർക്ക്, പേജ് കളർ, പേജ് ബോർഡേഴ്സ്. ഇൻഡെൻറ്റും ഇതെല്ലാം നമ്മൾ ഇതിൽ പറഞ്ഞ പാരഗ്രാഫ് സ്പേസിങ്ങിൽ പറഞ്ഞ. അപ്പൊ ഇത്രയും പേജ് സെറ്റപ്പ് ചോദിച്ചെങ്കിൽ മാത്രം, ഈ റെഫറൻസ് ഒന്നും നിങ്ങൾക്ക് ഇല്ല കേട്ടോ. മറ്റേ എൻഡ് നോട്ട്, ഫുട് നോട്ട് ഒന്നും പറയാനില്ല. ഇപ്പൊ പേജ് ലേഔട്ടിൽ വരുന്നത് എന്തെല്ലാണ്? മാർജിൻസ്, ഓറിയന്റേഷൻ, സൈസ്, കോളംസ്. ഏതെല്ലാം ഓപ്ഷൻ ഇല്ലത് മാത്രം. പിന്നെ ബ്രേക്ക്, ലൈൻമെന്റ്, ഹൈഫണൈസേഷൻ എല്ലാം. മാർജിൻസ്, ഓറിയന്റേഷൻ, സൈസ്, കോളംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. പിന്നെ പേജ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് വാട്ടർമാർക്ക്, പേജ് കളറ്, പേജ് ബോർഡർ. ഇത്രയും കളറാണ് പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻസിൽ വരുന്നത്. ഇപ്പൊ പേജ് ലേഔട്ടിൽ തീംസ് എല്ലാം വരുന്നുണ്ട്. തീംസ് എല്ലാം വേണമെങ്കിൽ ബിൽട്ടിൻ ആയിട്ട് കുറെ തീംസ് ഉണ്ട്, അത് വരും. അത്രേ ഉള്ളൂ അല്ലേ? കുറെ തീംസ് ബിൽട്ടിൻ ആയിട്ടുണ്ട്. ആ ബിൽട്ടിൻ തീംസ് നമ്മൾ ചെയ്ത ടെക്സ്റ്റിന് വരും. അതിന് വേണമെങ്കിൽ എഫക്ട്സ് ഒക്കെ കൊടുക്കാം. കളറെല്ലാം ഇവിടുന്ന് ഏത് തീമിന് എന്ത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ആ തീമിന്റെ ഫോണ്ടെല്ലാം വേണമെങ്കിൽ സെലക്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ആണ് തീംസ്. അപ്പൊ തീംസ് ഉണ്ട്, പേജ് സെറ്റപ്പ് ഉണ്ട്. ഇതിൽ ഈ ഇൻസേർട്ടിലാണ്, പേജ് ലേഔട്ടിലാണ് ഇത്രയും ഓപ്ഷൻസ്. തീംസ് ഇൻസേർട്ടിൽ പേജസ്, ടേബിൾ, ഇല്ലസ്ട്രേഷൻ എല്ലാം പറയണമെന്നില്ല. നമ്മൾ ഇൻസേർട്ടിൽ ടേബിളും പിക്ചറും ആണ് ഇമ്പോർട്ടൻറ്റ്. പേജ് ലേഔട്ടിൽ തീംസ് ഉണ്ട്. പേജ് സെറ്റപ്പിന്റെ ചിലപ്പോൾ ചോദിക്കാം. ഇത് ഇതിൽ മെയിനായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഏതാണ് ഡിഫറെൻറ്റ് ഓറിയന്റേഷൻ വരുന്നത്? ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ് ആണെന്ന് പറയാം. മാർജിൻസിൽ പിന്നെ എൻ്റെ ലെറ്റർ അല്ല നോർമൽ, നാരോ ഇങ്ങനെ മാർജിൻ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സൈസിൽ A4 സൈസ്, A3 അങ്ങനെയുള്ള സെറ്റിങ്സ്. കോളംസിൽ 2 കോളം, 1 കോളം, കോളം സ്പ്ലിറ്റിങ്സ്. ഇതെല്ലാം പേജ് സെറ്റപ്പ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം. വാട്ടർമാർക്ക് ഇങ്ങനെയാണ് പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്നത്. വാട്ടർമാർക്ക്, പേജ് കളർ, പേജ് ബോർഡേഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് MS വേർഡിൽ വരുന്നത്. നിങ്ങൾക്ക് ഇനി മെയിലിങ്സും കൂടി പറയാനുണ്ട് MS വേർഡിൽ. മെയിലിങ്സിൽ മെയിൽ മറിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ലെങ്തിയായ വീഡിയോ ആവുമെന്നറിയില്ല. അതും കൂടെ പറഞ്ഞാൽ നമുക്ക് MS വേർഡ് നിർത്താം. ന്യൂവില് ബ്ലാങ്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ്. ഹൗ ടു ക്രിയേറ്റ് മെയിൽ മർജ് ഇൻ MS വേർഡ്. മെയിൽ മർജ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരേ ലെറ്റർ, ഇപ്പൊ കാസ്പ് എന്ന് കാസ്പ്, ഇപ്പോൾ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പട്ടോ അല്ലെ, കാസ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും സ്റ്റുഡൻസിന് ഒരു മെയിൻ ലെറ്റർ ടു, ഇപ്പം ലൈബ്രറി സ്റ്റഡീസിൻ്റെ സ്റ്റുഡൻസ് അവരുടെ അഡ്രസ്സാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ നമ്മളത് ടു അഡ്രസ്സ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കും. ഒരേ മാറ്റർ അയക്കണം. But dear students, we are conducting a seminar on internet എന്നുള്ള ഒരു മാറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അയക്കണം. അപ്പോൾ ഈ ടു അഡ്രസ്സ് മാത്രമേ വ്യത്യാസം വേണ്ടൂ. അപ്പം മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ ഒരേ മാറ്റർ ഡിഫറെൻ്റ് അഡ്രസ്സിൽ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ചെയ്ത് ലാബിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതായിരിക്കും മെയിൽ മെർജ്. പിന്നെ നിങ്ങൾക്ക് ലാബ് തരേണ്ടത് ഇതായിരിക്കും. MS വേർഡിൽ മെയിൽ മെർജ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ടേബിൾ ക്രിയേഷൻ അങ്ങനെയുള്ളത്. അപ്പം മെയിലിങ്സ് എടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് മെയിൽ മെർജ് ചെയ്യേണ്ടത്. റെഫറൻസ് ഈ ഓപ്ഷൻ പഠിക്കാനേ ഇല്ല കേട്ടോ. തിയറിയിൽ ഇല്ലാത്തതുകൊണ്ട് വെറുതെ പറഞ്ഞ ഈ മെനുവിന് അത്യാവശ്യം ആവശ്യമില്ലാത്തൊരു മെനുവാണ്. സാധാരണക്കാർക്കൊന്നും ആവശ്യമില്ല. സാധാരണ ഒരു ഡാറ്റ എൻട്രി വർക്കിനൊന്നും ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ മെയിലിങ്സ് എടുക്കുക. സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ക്ലിക്ക് മെയിൽ എഴുതി വെച്ചോ. മെയിലിങ്സ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ക്ലിക്ക് മെയിലിങ്സ്. നെക്സ്റ്റ് സ്റ്റാർട്ട് മെയിൽ മെർജ്. ഇപ്പോൾ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്താണ്? സ്റ്റാർട്ട് എ മെയിൽ മെർജ് ടു ക്രിയേറ്റ് എ ഫോം ലെറ്റർ which you intended to print or email multiple items, sending each copy to a different recipient. അതിൻ്റെ അർത്ഥം സ്റ്റാർട്ട് എ മെയിൽ മെർജ്. മെയിൽ മെർജ് സ്റ്റാർട്ട് ചെയ്യുക. ടു ക്രിയേറ്റ്
FO letter which you intended to print or email multiple items, sending each copy to different recipient. അല്ലേ, ഡിഫറെൻറ്റ് റെസിപ്പിയൻറ്റിന് സെയിം ഐറ്റം അയക്കാൻ വേണ്ടിയിട്ടാണ് മെയിൽ മർജ് യൂസ് ചെയ്യുന്നതെന്നാണ് തിയറി പറയുന്നത്. അല്ല, യു ക്യാൻ ഇൻസേർട്ട് ഫീൽഡ് സച്ച് ആസ് നെയിം, അഡ്രസ്സ്, എന്ത് വേണമെങ്കിലും അയക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർട്ട് മെയിൽ മർജ് ക്ലിക്ക് ചെയ്യുക. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ലെറ്റേഴ്സ്, ഇമെയിൽ മെസ്സേജ്, എൻവലപ്പ്, ലാബൽ, ഡയറക്ടറി, നോർമൽ വേർഡ് ഡോക്യുമെന്റ്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതില്ല, ഈ ലെറ്റേഴ്സ്, ഇമെയിൽ, എൻവലപ്പ് എല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഓപ്ഷനെല്ലാം നമുക്ക് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മർജ് വിസാർഡാണ്. ഇപ്പോൾ സ്റ്റാർട്ട് മെയിൽ മർജിൽ ലെറ്റേഴ്സ്, ഇമെയിൽ മെസ്സേജ്, എൻവലപ്പ്, ലാബൽസ്, ഡയറക്ടറി, നോർമൽ വേർഡ് ഡോക്യുമെന്റ് എല്ലാം ഉണ്ട്. അത് ഒഴിവാക്കിയിട്ട് നമ്മൾ എവിടെയാണ് ചെയ്യാൻ പോകുന്നത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മർജ് വിസാർഡ് എടുക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മർജ് വിസാർഡ് എടുത്തിട്ട് സ്റ്റാർട്ട് മെയിൽ മർജ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മർജ് വിസാർഡ്, സ്റ്റാർട്ട് മെയിൽ മർജ്. സ്റ്റാർട്ട് മെയിൽ മർജ് എടുത്തു. ഇതിലും കുറേ ഓപ്ഷൻസ് കണ്ട, ലെറ്റേഴ്സ്, ഇമെയിൽ മെസ്സേജ്, എൻവലപ്പ്, ലാബല്, ഡയറക്ടറി. അപ്പോൾ ഇതൊന്നല്ല, നമ്മൾ ലെറ്റേഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് താഴെ കണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് 1 of 6 എന്ന് പറഞ്ഞിട്ട് അതിൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് തേർഡ് സ്റ്റെപ്പിലേക്ക് പോകണം. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. സെക്കൻഡിൽ എന്നാ വരുന്നത്? യൂസ് ദി കറണ്ട് ഡോക്യുമെന്റ് സ്റ്റാർട്ടിങ് ഫ്രം ടെംപ്ലേറ്റ്. അപ്പോൾ ഇതൊന്നും അല്ല, സ്റ്റാർട്ടിങ് ഫ്രം എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ്. ഇതെല്ലാം ഓൾറെഡി ഉണ്ടായ മാറ്റർ എന്ന് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം? പുതിയതായിട്ട് അഡ്രസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്ക് പോകണം. ഉണ്ടാ, തേർഡിൽ 3 of 6 എടുക്കും. അതിൽ യൂസ് ആൻ എക്സിസ്റ്റിംഗ് ലിസ്റ്റ്, സെലക്ട് ഫ്രം ഔട്ട്ലുക്ക് കോൺടാക്ട്സ് എല്ലാം ഉണ്ട്. നമുക്ക് വേണ്ടത് ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് ആണ്. ഈ ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് എവിടെയാണ് വരിക? തേർഡ് സ്റ്റെപ്പിൽ. ശ്രദ്ധിക്കണം, തേർഡ് സ്റ്റെപ്പിലാണ് ടൈപ്പ് എ ന്യൂ ലിസ്റ്റ്. ദെൻ അവിടെ നിന്ന് ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ദെൻ ക്ലിക്ക് ക്രിയേറ്റ് ബട്ടൺ. ദെൻ ക്ലിക്ക് ക്രിയേറ്റ് ബട്ടൺ. ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ന്യൂ അഡ്രസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബോക്സ് വരും. എന്താണ് വരിക? ന്യൂ അഡ്രസ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ന്യൂ അഡ്രസ് ലിസ്റ്റ്. അതിൽ നമുക്ക് ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, ഇങ്ങനെയുള്ളതാണ് വരുന്നത്. അപ്പം ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള ഒരു അഡ്രസ്സാണ് വേണ്ടെങ്കിൽ അതിൽ എന്തെല്ലാം വേണ്ടേ? നെയിം, അഡ്രസ്സ്, പിന്നെ ഹൗസ് നെയിം, പോസ്റ്റ്, അത്രയും മതി. നമുക്ക് അത്രയും കാര്യങ്ങളെ വേണ്ടു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്രസ് കോളം നെയിം വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കസ്റ്റമൈസ് കോളംസ് എടുക്കുക. ന്യൂ അഡ്രസ് ലിസ്റ്റ് നിന്ന് എന്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്? കസ്റ്റമൈസ് കോളംസ്. കസ്റ്റമൈസ് കോളംസ് ക്ലിക്ക് ചെയ്യുക. അതിന് കണ്ട ഇത്രയും കോളം നെയിംസ് വരുന്നുണ്ട്. നമുക്ക് ഇത്രയും കോളം നെയിംസ് ആവശ്യമില്ലെങ്കിൽ ഒന്നിക്ക് റീനെയിം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലില്ലത് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും മതി. ആവശ്യമില്ലാത്തതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ റീനെയിം ചെയ്യാം. റീനെയിം ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? ഫുൾ ഡിലീറ്റ് അടിക്കും. ഡിലീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഇപ്പം നമ്മൾ ഈ കറണ്ട് വർക്കുന്നേ അത് പോവില്ലേ, പിന്നെ നോക്കുമ്പോൾ ആദ്യം വരും. ആവശ്യമില്ലാത്ത ഫീൽഡെല്ലാം നമ്മൾ എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു. നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പം കോളം ഹെഡിങ്ങാണ് ഉദ്ദേശിക്കുന്ന, ആളെ പേരല്ല. അപ്പം നെയിം, പിന്നെ എന്ത് വേണം? ഹൗസ് നെയിം, എച്ച് നെയിം എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. എച്ച് നെയിം, ഹൗസ് നെയിം എന്ന് പറഞ്ഞു. നെയിം, ഹൗസ് നെയിം, പിന്നെ പോസ്റ്റ്. പിന്നെ തൽക്കാലം ഞാൻ ഇത്രയും കൊടുക്കാം. ഞാൻ ഇത്രയും ഫീൽഡേ കൊടുക്കുന്നുള്ളൂ. ഡിസ്ട്രിക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ഇത്രയും 4 ഫീൽഡ് കൊടുത്തു വെച്ചു. നെയിം, ഹൗസ് നെയിം, പോസ്റ്റ്, പിൻ. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ഓക്കെ ബട്ടൺ. ദെൻ നമ്മൾ കൊടുത്ത ഫീൽഡെല്ലാം ഈ ന്യൂ അഡ്രസ് ലിസ്റ്റിൽ വന്നു അല്ലേ? നെയിം, ഹൗസ് നെയിം, പോസ്റ്റ്, പിൻ എന്ന് പറഞ്ഞിട്ട് കോളം ഹെഡിങ് വന്നു. നമ്മൾ ഇതിന് കണക്കായിട്ട് ഡാറ്റ കൊടുക്കുക. ഓരോരാളെ പേര് കൊടുക്കുക. അടുത്ത ഒരു 3-4 ആളെ റെക്കോർഡ് കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പം ഇതെല്ലാം ഇപ്പം മെയിൽ മർജ് ആണെങ്കിൽ ലാബ് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്രസ്സിൻ്റെ ലിസ്റ്റ് തരും. അത് വെച്ചിട്ട് ലെറ്റർ ക്രിയേറ്റ് ചെയ്യാനാണ് പറയാം. അപ്പോൾ നമ്മൾ തന്ന അഡ്രസ്സ് വെച്ചിട്ട് നിങ്ങൾ അഡ്രസ് ലിസ്റ്റ് ഉണ്ടാക്കുക. ഫീൽഡും അതിന് കണക്കായിട്ട് ഉണ്ടാക്കുക. ഓക്കെ. ചിലപ്പം ഹൗസ് നെയിമും പിന്നും പോസ്റ്റെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ അതിന് കണക്കായി നിങ്ങൾ എക്സ്ട്രാ ഫീൽഡ് ആഡ് ചെയ്യേണ്ടി വരും.
ഞാനൊരു 4 അഡ്രസ്സ് ആക്കുന്നില്ല. നിങ്ങൾ തന്ന അഡ്രസ്സിന് കണക്കായിട്ട് എന്താക്കുക. തൽക്കാലം ഞാൻ കുറച്ച് അഡ്രസ്സ് ഓക്കെ. അപ്പം ഞാൻ ആകെ ഒരു 4 അഡ്രസ്സ് ഉണ്ടാക്കി. അപ്പോൾ എത്ര അഡ്രസ്സ് ഉണ്ട് അഡ്രസ്സ് ഫുള്ള് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കയറ്റണം. ഫസ്റ്റ് ഒരു പ്രാവശ്യം മാത്രമേ ക്രിയേറ്റ് ചെയ്ത് വെക്കണ്ടൂ ഡാറ്റാബേസ്. പിന്നെ ഓട്ടോമാറ്റിക് നമുക്ക് ന്യൂ എക്സിസ്റ്റ് ലിസ്റ്റ് നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പം ഇത്രയും ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള അഡ്രസ്സ് അത്രയും ടൈപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഓൺ. അപ്പോൾ ഈ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട സേവ് വിൻഡോ വരും. സേവ് അഡ്രസ് ലിസ്റ്റ് നിന്ന് ഓട്ടോമാറ്റിക് വന്നോളും. അതിൽ നിങ്ങൾ ആ ഡാറ്റാബേസിന് ഒരു പേര് കൊടുക്കുക. data1 സ്റ്റുഡൻറ് ലിസ്റ്റ് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുത്തു നോക്കാം. അത് നമുക്കിനി ഫ്യൂച്ചർ യൂസിന് യൂസ് ചെയ്യാം. ഒരു പ്രാവശ്യം മാത്രമേ എന്ത് ചെയ്യണ്ടൂ, ഈ അഡ്രസ് ലിസ്റ്റ് ക്രിയേറ്റ് വെക്കണ്ടു. നമുക്ക് പിന്നെ യൂസ് ചെയ്യാം എക്സിസ്റ്റിംഗ് ലിസ്റ്റ് നിന്ന് മെയിൽ മാർജിൻ എടുക്കാൻ പറ്റും. ഓക്കെ. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളെ ഡാറ്റാബേസ് എന്തായി, സേവ് ആയി. ഇത്രയാണ് ഡീറ്റെയിൽസ് സേവ് ആയി. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യണം, ഈ 2 അഡ്രസ്സിൻ്റെ അടുത്ത് എന്ത് ചെയ്യണം, വന്ന അഡ്രസ്സ് ഓട്ടോമാറ്റിക് വരണം. അപ്പം സ്റ്റാർട്ട് മെയിൽ മെർജ് കൊടുത്തതിന് ശേഷം ഇൻസേർട്ട് മെർജ് ഫീൽഡ്, സ്റ്റാർട്ട് മെയിൽ മെർജ് പിന്നെ ഇൻസേർട്ട് മെർജ് ഫീൽഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫീൽഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടോ, എച്ച് നെയിം. അത് ഓരോന്നായിട്ട് ഇൻസേർട്ട് ചെയ്യാം. എൻ്റർ അടിക്കുക, ഇൻസേർട്ട് ചെയ്യാം. ഇത്രയും ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഓപ്ഷൻസ് ഉണ്ടാവും. ഫൈൻഡ് റെസിപ്പിയൻ്റ്, ഓട്ടോ ചെക്ക്, വേണ്ട. ഇപ്പം ഇവിടെ ഇങ്ങനെ ആരോക്കിയാലുണ്ട്. നമുക്ക് ഇതിന് പ്രിവ്യൂ റിസൾട്ട് കാണണമെങ്കിൽ, പ്രിവ്യൂ റിസൾട്ട് കാണണമെങ്കിൽ അല്ല ഫിനിഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ മെയിൽ മെർജ് ചെയ്തതിന് ശേഷം ഫിനിഷ് മെർജ് ക്ലിക്ക് ചെയ്യാം. ഫിനിഷ് പ്രിവ്യൂ എന്ന് വേണമെങ്കിൽ ഫിനിഷ് മെർജ് എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ്. എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെന്റിൽ എന്ത് വരും, ഓള് കറണ്ട് റെക്കോർഡ് ഫ്രം ടു ഓൾ കൊടുത്താൽ എല്ലാ റെക്കോർഡും വരും. ഇപ്പം ഇന്ന റെക്കോർഡ് മുതൽ ഇന്ന റെക്കോർഡ് ഉണ്ടെങ്കിൽ അത്രമാത്രം. ഇപ്പം നമുക്ക് തൽക്കാലം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓൾ കൊടുത്തിട്ട് ഓരോന്നും 4 ആളത് 4 പേജിൽ വരും. അതാണ് മെയിൽ മെർജ്. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന മാത്രം സ്റ്റെപ്സ് പറഞ്ഞു. അത്രയും വേണ്ട. മെയിൽ മെർജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എല്ലാ സ്റ്റെപ്പും, അതെങ്ങനെ ഇൻസേർട്ട്, ഇത്രയും കാര്യങ്ങളാണ് മെയിൽ മെർജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് മെയിലിങ്സിൽ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, സെലക്ട് റെസിപ്പിയൻ്റ്, യൂസ് എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എടുക്കുക. സേവ് ചെയ്ത് വെച്ച ഡാറ്റ ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇപ്പോൾ ഡാറ്റാബേസിൽ പോയിട്ട് എടുക്കാൻ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് ഒന്നും ചെയ്യണമെന്നില്ല. മെയിൽ മെർജ് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് മാത്രം എഴുതി വെക്കുക. എന്നാൽ ഓക്കെ. കുറേ പറഞ്ഞില്ലേ, ശരി. എന്നാലും ഓക്കെ.